ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കി മുന്നണികൾ. ഇടത് സ്ഥാനാർത്ഥി പട്ടിക ആദ്യമെത്തി. എൻഡിഎ കോൺഗ്രസ് ചിത്രവും തെളിഞ്ഞതോടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കളമൊരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ വൻ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും അഭിമാന പോരാട്ടമെന്ന വിലയിരുത്തലിൽ ഇടതുമുന്നണിയും സജീവമാകുമെന്ന പ്രതീക്ഷയിൽ എൻഡിഎയും കളം നിറയുകയാണ്. തൃശൂർ ഇത്തവണ സുരേഷ് ഗോപിയെ കൈവിടില്ല എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ബിജെപി. ആദ്യമേ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF. രണ്ട് മുന്നണികൾക്ക് മുൻപേ പ്രചാരണ പ്രവർത്തനം ഇടതുമുന്നണി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ തോറ്റ 19 മണ്ഡലങ്ങളിൽ 17 പുതിയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് പ്രവർത്തനം. എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പുള്ളവർക്ക് പോലും പരസ്യപ്രചാരണം ആരംഭിക്കാനായിട്ടില്ലെന്ന വിമർശനം കോൺഗ്രസിനകത്ത് തന്നെ ശക്തമാണ്. പരാതികളും ജയസാധ്യതകളും പരിശോധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാകും അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. 15 സീറ്റുകളിൽ സിറ്റിംഗ് MP-മാർ തന്നെ സ്ഥാനാർത്ഥികളാകും. ആലപ്പുഴ സീറ്റിൽ ആരെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ K. സുധാകരനും മത്സരിക്കട്ടെ എന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. VS സുനിൽകുമാർ തന്നെ ഇടതുമുന്നണിക്കായി രംഗത്തുണ്ടെങ്കിലും തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. കഴിഞ്ഞ വർഷങ്ങളായി മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനം വലിയ സ്വാധീനമാണ് വോട്ടർമാർക്കിടയിൽ സൃഷ്ടിച്ചത്. പൊതുവേദികളിൽ ജനം ഇക്കാര്യം തുറന്നു പറയുന്നത് വിജയസൂചനയാണെന്ന് BJP വിലയിരുത്തുന്നു. മറ്റൊരു ശക്തി കേന്ദ്രമായ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി എത്തിയേക്കും. V. മുരളീധരനും പട്ടികയിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ BJP ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി തുടക്കമിട്ട പ്രചാരണം ഇത്തവണ ഏറെ ഗുണം ചെയ്യുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് 2020യും സജീവമാണ്. ചാലക്കുടി, എറണാകുളം മണ്ഡലങ്ങളിലാണ് 2020 മത്സരിക്കുന്നത്. മുൻകൂട്ടി പ്രചാരണം തുടങ്ങിയെങ്കിലും വിവാദങ്ങൾ ഇടതുമുന്നണിക്ക് മുന്നിൽ വെല്ലുവിളിയായി തുടരുകയാണ്. പ്രതിരോധമാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളേറെ. ക്ഷേമ പെൻഷൻ കുടിശ്ശിക, നികുതി വർധന, വിലക്കയറ്റം തുടങ്ങിയവ വലിയ തിരിച്ചടിയായി തുടരുകയാണ്. കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളും ആരോപണങ്ങളും വിശദീകരിക്കാൻ നേതാക്കൾ പാടുപെടുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധിയും CPM-നെ പ്രതിരോധത്തിലാക്കുന്ന ഘടകമാണ്. KK ശൈലജ അടക്കം നേരിടുന്ന വലിയ വെല്ലുവിളിയും ഇതാകും. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും വിലയിരുത്തലാകും.